ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-19 വാക്യമാണ്. അതിലെ 18-ാം വാക്യം വായിക്കണം. അതിനുശേഷമായിട്ട് 78-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യവും വായിച്ച് സഹായിക്കണം. സ്ഫുടമായിട്ട് പറയുമ്പോ വാക്യങ്ങൾ വായിച്ചു തന്നാൽ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. സെബുലൂൻ പ്രാണനെ നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ഇനി ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമിയർ, അത് 78-ാം സങ്കീർത്തനം 9-ാം വാക്യമാണ്. ഇനി ഈ 2 വാക്യം തമിഴിലും ഒന്ന് വായിച്ചു തരുന്നത് നല്ലതായിരിക്കും. തമിഴ് ഇതൊന്ന് വായിച്ച് തീർന്നതിന് ശേഷം അമ്മമ്മ തന്നെ വായിക്കണം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമിയർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഇനി ആ 2 വാക്യങ്ങള് തമിഴിൽ ഒന്ന് വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം തമിഴിൽ വായിച്ചോ. സെബുലൂനും നഫ്താലിയും പോർക്കുളത്തിലെ. ഇനി 78-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യവും കൂടെ വായിച്ചാട്ടെ. ആയുധമണിந்த വിൽവീരരാണ് എഫ്രൈം യുദ്ധനാളിലെ മുതുക് കാട്ടിനാர்கள். അതാണ് തമിഴാ കുറച്ചുകൂടെ നല്ലത്, മുതുക് കാട്ടിയെന്ന്. അപ്പം തമിഴിൽ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്നത്തോടെടുക്കുന്ന സമയത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മൂന്നാർ സെന്ററിന്റെ പ്രത്യേക ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തുകണം. യേശു രക്ഷിതാവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതവല്ല നാമമത. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതവല്ലഭ നാമമത. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത. ഉലകെങ്ങും തോന്നിക്കും നാമമത. ഉലകെങ്ങും തോന്നിക്കും നാമമത. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത. ഭയമുറ്റുമകറ്റിടും നാമമത. ഭയമുറ്റുമകറ്റിടും നാമമത. ആമേൻ. യേശുവിന്റെ
ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരയേറ്റ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഇന്ന് പകലും വൈകിട്ടും ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സെന്ററിന്റെ ചുമതലപ്പെട്ടവർ, കൂട്ടുവേലക്കാർ, വിശ്വാസികൾ, ഈ സ്ഥലം സഭ, ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കൾ ഇങ്ങോട്ട് ചൂടെ നീങ്ങിയിരിക്കുകയാണെങ്കിലേ കൊഞ്ചം മനോജിന് ഇടയ്ക്ക് കസാര വേണേ അവിടോട്ടിട്ടിരിക്കാൻ. കാല് മിക്കവാറും 3 മണി വരെ യോഗം പോകും. അപ്പം അതുവരെ നിൽക്കേണ്ടി വരും. കസാര അവിടെ ഇടും. നീ ഇങ്ങോട്ട് കയറി, മോനിങ്ങോട്ട് കയറി. അവൻ കുട്ടിയെ ചാരി ഇരിക്കുന്നിരുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പഴയ പാട്ടുകൾ പാടും. നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ, അറിയണം. അതാ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആരും ഉറങ്ങുമൊന്നും ചെയ്യരുത്. 2 വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യങ്ങളായിട്ട് വായിച്ചത്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ആയുധം ധരിച്ച വില്ലാളികളായ എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ, സങ്കീർത്തനത്തിൽ 78:9 ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ന്യായാധിപന്മാർ 5:18 വായിച്ചത് സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. അപ്പൊ അതിങ്ങനെ 2 വാക്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ, പിന്മാറിയില്ല. എബ്രായീം യുദ്ധ ദിവസത്തിൽ പുറം കാട്ടി എന്ന അമ്മ വായിച്ചത് അല്ലേ? വായിച്ചു, മുതുക് കാട്ടി. അതാ നല്ലത്. വായിച്ചു. മുതുക് കാട്ടി. പെന്തിക്കോസിൽ മിക്കത് ഇപ്പൊ മുതുക് കാട്ടി നിൽക്കുക. സ്തോത്രം. നമ്മളെ ശാന്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് പകലും കർത്താവ് അനുവദിച്ചാൽ വൈകിട്ടും നമുക്ക് ചിന്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 78-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യവും ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും. യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ, യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ, യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ എബ്രായീം മുതുക് കാട്ടി എന്ന് പറഞ്ഞാൽ പുറകോട്ട് ഓടിപ്പോയെന്ന. എന്നാൽ നഫ്താലി മുതുക് കാട്ടിയില്ല, പോർക്കളമേടി തന്നെ നിന്നു. ഇതിനോട് അനുയോജിക്കുന്നൊരു വാക്യം പൗലോസ് ഒരിക്കൽ പ്രയോഗിച്ചു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തില, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ. പൗലോസ് പറയുക, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ലെന്ന് ദൈവം അറിയിക്കുന്നത്. ഒരിക്കലും പിന്മാറരുത്, പുറകോട്ട് പോകരുത്. ഞാൻ മിക്കപ്പോഴും പറയും, ഈ പെന്തിക്കോസി വന്നത് അബദ്ധം ഒന്നുമല്ല, ഏറ്റവും ശ്രേഷ്ഠമാണ്. സന്തോഷമില്ലെന്ന് തോന്നി. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസി വന്നത് അബദ്ധമായെന്ന്. ബിബ്ലിക്കലായിട്ട് തിയോളജി പരമായിട്ടല്ല, വേദപുസ്തകമായിട്ട് പഠിച്ചാൽ രക്ഷിക്കപ്പെട്ടതായ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എന്റെ ഞാൻ ഈ പറയുന്നത്, പെന്തിക്കോസി വന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. നീ ഒരു ദൈവവൈതലായി തീർന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ട് പെന്തിക്കോസ് എല്ലാം തകർന്നത്. പെന്തിക്കോസ് ഒന്നും തകർന്നിട്ടില്ല. ആൾക്കാർക്കൊക്കെ പരിവക്കാടാന്നേലും പെന്തിക്കോസിനൊരു കുഴപ്പം ഒന്നും വന്നിട്ടില്ല, വരികയില്ല. അത് കർത്താവിന്റെ വരവ് വരെ ഇത് ഇങ്ങനെ തന്നെ പോകും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ആരും ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറരുത്, പതറരുത്. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങള് വളരെ ശാന്തമായിട്ട് ധ്യാനിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. ദൈവത്തിന് മഹത്വം. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രായീമ്യർ. അപ്പൊ ആദ്യം എബ്രായീമിനെ പറ്റി ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി, മുതുക് കാട്ടി. നിങ്ങളെ വേദപുസ്തകം വായിക്കുന്നവരും പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാ എബ്രായീം. ദൈവത്തിന് മഹത്വം.
ഇത് സങ്കീർത്തനത്തിൽ നിന്ന് ആ വാക്യം. ഇപ്പം പുതിയ ഉപദേശക്കാർ പറഞ്ഞ സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന, അത് ദുരുപദേശമാണ്. വേദപുസ്തകത്തിലെ ഏത് ഭാഗവും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ വായിക്കാം, ധ്യാനിക്കാം, പഠിക്കാം, ചിന്തിക്കാം. കാരണം ഒറ്റ വാക്യം പറഞ്ഞാൽ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. സ്തോത്രം. പിന്നെ എതിലെ പോയാലും എങ്ങനെ പോയാലും പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു, പ്രതിപാദ്യ വിഷം ആമ രക്ഷ. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും ധ്യാനിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാം. പിന്നെ ഇത് പറയാൻ അറിയാൻ മേലാത്തവര് അത് പറയാതിരിക്കുന്നതാ നല്ലത്. അവിടുന്ന് കുഴയുമൊന്നും വേണ്ട. യേശു പടവ് കയറി നമുക്കും കയറാം അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അറിയാവുന്നവര് ഇത് നന്നായിട്ട് ധ്യാനിച്ചാൽ വളരെ അനുഗ്രഹമാണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്ന ഞങ്ങളുടെ പഴയ യോനാച്ചായന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ഫാദർ നന്നായിട്ട് പാട്ട് പാടും. ഇപ്പോഴും ഞാൻ ആ പാട്ട് ഓർക്കുന്നുണ്ട്. യാബർനാക്കളിൽ വരുമ്പോൾ സാക്ഷി പറയുമ്പോൾ യോനാച്ചൻ എഴുന്നേറ്റ് ഒരു പാട്ട് പാടിയാൽ അത് പാട്ടാണ്. നന്നായിട്ട് പാട്ട് പാടും. ദൈവത്തിന് മഹത്വം. ദൈവം അനുഗ്രഹിക്കണം. നമ്മുടെ ഓമനമാമയുടെ വീടിന് താഴെ ആശീഷിന്റെ ഉപ്പാപ്പനെ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ പഴയ നിയമ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. എബ്രയീം എന്ന ഗോത്രം, നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരും ചിന്തിക്കുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളവരാ. എബ്രയീം ഇസ്രായേലിലെ ഗോത്രങ്ങൾ 12 ഗോത്രമാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഗോത്രപിതാവ് യാക്കോബും ഗോത്രപിതാക്കന്മാർ രൂബേൻ മുതൽ ബെന്യാമീൻ വരെ. അങ്ങനെയാ സാധാരണ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത്. മോളെ നീ നേരെ എനിക്കെന്താ ചെറിയ ചരിവുണ്ടല്ലോ, നേരെ മലയാളം തരും. അപ്പോൾ ശ്രദ്ധിക്കുക, അബ്രഹാമിനെ പറ്റിയും എബ്രായ ഗണത്തിലൊരു പദമുണ്ട്, ഗോത്ര പിതാവെന്ന്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സാധാരണഗതിയിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഗോത്ര പിതാവ് യാക്കോബും ഗോത്ര പിതാക്കന്മാർ രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 പേര്. എന്നാൽ നാം ആദ്യമായിട്ട് വായിച്ചത് എബ്രയീം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞെന്ന. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, എബ്രയീം ഇത് യാക്കോബിന്റെ പുത്രൻ അല്ല. എബ്രയീം പിന്നെ ആരുടെ പുത്രനാ? സഹോദരിമാരാദ്യം പറ. ഉറക്കെ പറഞ്ഞു. യോസേപ്പിന്റെ യോസേപ്പിന്റെ മകനാണ് എബ്രയീം, യാക്കോബിന്റെ മകനല്ല. ഇനി എബ്രയീം യോസേപ്പിന്റെ മകനാണ്. എവിടെ വെച്ച് ജനിച്ചു? ദൈവദാസന്മാര് പറയരുത്, നിങ്ങൾ എന്റെ കൂടെ നിന്ന് നിന്നാ മതി. ഉറക്കെ പറഞ്ഞു. നമ്മൾ ഒന്നിച്ചാ ശുശ്രൂഷിക്കുന്ന സാധാരണ പാസ്റ്റർമാരങ്ങ് പ്രസംഗിച്ചേച്ച് പോവുക. ഇന്ന് അത് നടക്കുകയില്ല. നിങ്ങളോട് പറയണം കാര്യം. പണ്ട് ഞങ്ങൾ ഒരു മാസികത്തിന് പോയപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ആർക്കും സമയമില്ല. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാ. ആർക്കും സമയമില്ല, ആരും സാക്ഷി പറയാൻ ഒക്കത്തില്ലെന്ന് സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു. അപ്പം വെളിയിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ 1-2 പേര് വന്ന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. എല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു തള്ള ചാടി അങ്ങ് എഴുന്നിട്ട്. പഴയ അമ്മയാ. അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ കേട്ട എല്ലാവരും പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് അമ്മ കാരണം പറഞ്ഞു. ഇച്ചിരി പിടിപ്പുള്ള അമ്മയാ, പഴയ അമ്മയാ. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. സെൻട്രൽ പാസ്റ്റർക്കാലം മുന്നേ വിശ്വാസത്തിൽ വന്ന അമ്മയാ. അപ്പൊ അമ്മ പറഞ്ഞു, പറയാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെ ചുമ്മാ കയറി ആരും ഒന്നും മിണ്ടരുതെന്ന് പറയരുത്. ഈ മാസയോഗത്തിന് വരാൻ ഞാൻ വെളുപ്പിനെ 2:30 എഴുന്നേറ്റു. 2:30 എഴുന്നേറ്റ് വീട്ടിൽ ചിലർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. വീട്ടുകാര്യം മുഴുവൻ ഒടുക്കി ചോറും കറിയെല്ലാം വെച്ച് പിള്ളേരുടെ കാര്യവും നോക്കി വീട്ടിൽ തൂത്തുവാരി തേച്ച് മടക്കി, പഴയ കാലമാണ്, എല്ലാം ചെയ്ത് 5:30 ആയപ്പോൾ എൻ്റെ ജോലിയെല്ലാം ഞാൻ തീർത്തു. വീട്ടിൽപ്പെട്ട മുഴുവൻ കാര്യം ഒരുക്കി 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ 1 കിലോമീറ്റർ വന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി മാസികം നടക്കുന്നതിന് അടുത്ത സ്റ്റോപ്പിൽ വന്നിറങ്ങി. അവിടുന്ന് ഞാൻ പിന്നെയും ഓട്ടോ കാശില്ലാഞ്ഞിട്ട് നടന്ന ഈ യോഗത്തിന് വന്നത്. ഞാൻ ചില ദിവസങ്ങളായിട്ട് വളരെ ശാരീരിക ക്ഷീണവും വീട്ടിൽ ചില പ്രശ്നമുണ്ട്, അത് പൊതുസഭ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാ, ഇത് കേട്ടേച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ന്യായമല്ലേ? പാസ്റ്റർമാര് മാത്രം അങ്ങ് പറഞ്ഞു വെച്ച് പോയാ? നിങ്ങൾക്ക് ചില വിഷയങ്ങളില്ലേ? ഉണ്ട്. അത് യോഗ്യമായ വിഷയം പൊതുവിൽ പറയേണ്ടതാണെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട്
പറയണം, അതിന് അവസരം കൊടുക്കണം. എന്നാ എന്റെ വാദം അമ്മയോട് കൂടാ ഞാനും നിൽക്കുന്നത്. നമ്മൾ മാത്രം പറഞ്ഞ നിങ്ങളെല്ലാം അല്ലേലിയ പറ, ഉറക്ക കല്ലേലിയ മുറുക്ക പറ, വീശി വീശി പറഞ്ഞ നിങ്ങളല്ല, നമ്മൾ ഒന്നിച്ചാ ഇന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കുക. എബ്രയീം യാക്കോബിന്റെ പുത്രൻ അല്ല, പിന്നെയോ യോസേപ്പിന്റെ പുത്രൻ. യോസേപ്പിന് എവിടെ വെച്ച് ജനിച്ചു? മിസ്രയീമിൽ വെച്ചു. എപ്പോൾ ജനിച്ചു? നിങ്ങൾ ആര് വന്നാലും അവിടെ ഇല്ലെന്നുള്ളത് അറിയാം, എന്നാലും പുസ്തകത്തിൽ വാക്യമുണ്ട്. എപ്പോൾ ജനിച്ചു? ക്ഷാമകാലം വരുന്നതിന് മുൻപ്. വായിച്ച ഉൽപ്പത്തി പുസ്തകം 41:50-51 തിരുവെഴുത്തുകൾ വായിച്ച് മലയാളത്തിൽ ആദ്യം വായിച്ചോണം, പിന്നെ തമിഴിലും വായിച്ചോണം. തമിഴാ കുറച്ചുകൂടെ എഫക്റ്റ്. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചവരെ ഓലിലെ പുരോഹിതനാകുന്ന പോത്തീഫറുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കച്ചതയും പിതൃഭവനുമൊക്കെ ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ ആദിജാതന് മനേഷ എന്ന് പേരിട്ടു. സങ്കടദേശത്തിന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2ാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. അമ്മ വായിച്ചേ, തമിഴ് വായിച്ചേ. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷാമകാലം വരുന്നതിന് മുൻപ്. അപ്പൊ ക്ഷാമകാലം വരുന്നതിന് മുമ്പ്, അപ്പൊ അത് ഏത് കാലമാ? ഉറക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പഞ്ചം, അത് ക്ഷാമം. അതിന് മുമ്പുള്ള കാലം ഏതായിരുന്നു? പരിപൂർണ ആണ്. ഉറക്കെ പറഞ്ഞു, എന്നെ പേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മലയാള ഭാഷയിൽ പറഞ്ഞാൽ സുഭിക്ഷതയുടെ കാലം. അപ്പോൾ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് 2 കാലമാണല്ലോ സ്വപ്നം വ്യാഖ്യാനിച്ചത്. 1 ക്ഷാമകാലവും 2 സുഭിക്ഷതയുടെ കാലം. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് പുള്ളിക്ക് അർത്ഥം അറിയത്തില്ല. നമ്മുടെ ആൾക്കാരും കണ്ടേച്ചാലൊക്കെ ഒന്നും പിടികിട്ടുന്നില്ല. കണ്ടെന്നൊക്കെ വിളിച്ച് പറയാനുണ്ട്, ഞാൻ അത് കണ്ട് ഇത് കണ്ട് അത് കണ്ട് ഇത് കണ്ടെന്നെല്ലാം പറഞ്ഞു കിടക്കുക. ഇതെന്നതാന്ന് പോലും അത് ഫറവോന്റെ ആത്മാവാന്നാ തോന്നുന്നത്. അപ്പൊ എന്തായാലും ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസേപ്പ് വന്നു. 7 കതിരുകളും 7 പതിരുകളും, അതുപോലെ തന്നെ 7 മെലിഞ്ഞ പശുവും 7 പുഷ്ടിയുള്ള പശുവും. ഈ പുഷ്ടിയുള്ള പശുക്കളെ മെലിഞ്ഞ പശുക്കള് അങ്ങ് വിഴുങ്ങി. കണ്ടാലോട്ട് അറിയത്തുമില്ല. ചില മെലിഞ്ഞ ആൾക്കാർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, കണ്ടാ പിടികിട്ടുകയല്ല. നമ്മൾ അവർക്ക് മണ്ണമുള്ളവരാ, അവരും അത്ര മോശമല്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് താമസിച്ചു. രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. പതിവിൽ കൂടുതൽ ഞാൻ കഴിക്കുകയും ചെയ്തു. ഉള്ള കാര്യം പറയണമല്ലോ. നല്ല ഇഡലി എണ്ണം കഴിച്ചു. സത്യം പറയണ്ടേ, സാധാരണ 2ഓ 3ഓ ഒക്കെ കഴിക്കുള്ളൂ. സന്തോഷമായി. അപ്പം വണ്ണമുള്ളവരും അത്ര പുറകോട്ടൊന്നും അല്ല. എന്നാലും ചില മെലിഞ്ഞ ആൾക്കാർ നല്ല ബോളിങ്ങാണ്. നമ്മളവർക്ക് ജോർജ് കുട്ടി 45 കിലോ ഉള്ളൂ, ഒരു പൊറോട്ടയോ ഉള്ളൂ, 9 എണ്ണം കഴിച്ചു പിന്നെയും തരിക എന്നിട്ടേക്ക് 2 മക്കള്. ആ പരുവത്തിലരിയുന്നത്. ആ ഇരിപ്പം നോട്ടം കാണുമ്പോൾ അറിയാം ഇനിയും പിടിക്കുമെന്ന്. അപ്പൊ മെലിഞ്ഞ 7 പശുക്കൾ പുഷ്ടിയുള്ള 7 പശുക്കളെ വിഴുങ്ങി. കണ്ടാലോട്ട് അറിയത്തുമില്ല. ഇതുപോലെ 7 കതിരും 7 പതിരും. ഇതിന്റെ വ്യാഖ്യാനം യോസേപ്പ് വന്ന് നടത്തി. കാരണമുണ്ട്, വിശുദ്ധദേവന്മാരുടെ ആത്മാവ് യോസേപ്പിന്റെ മേലുണ്ട്. അവൻ കാര്യം കൃത്യത്തിന് പറഞ്ഞു. ഇതിന്റെ വെളിച്ചത്തിൽ ദേശമെല്ലാം ക്ഷാമമുണ്ടായി. ആ യോസേപ്പ് പ്രവചിച്ചതുപോലെ, വ്യാഖ്യാനിച്ചതുപോലെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, സുഭിക്ഷതയുടെ കാലം വരുമ്പം അടങ്ങിയിരിക്കരുത്, ഉഴപ്പി തല്ലരുത്, അലസരായിട്ട് പോകരുത്, പാണ്ഡികശാല പണിത് ധാന്യമെല്ലാം സ്വരൂപിച്ചോണം. ഇതിനകത്തെ ആത്മീക പാഠം ബന്ധുക്കോസുകാരോട് പറയാനുള്ളത്, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവൻ സുഭിക്ഷതയുടെ കാലം വരുമെന്ന് നീ ഉഴപ്പി അടിച്ച് നടക്കരുത് എന്ന് പറഞ്ഞാൽ, കണ്ണിന് കാഴ്ചയുള്ളപ്പം തിരുവചനം വായിച്ച് ധ്യാനിച്ചോണം. കണ്ണടിച്ചു പോകുന്നതിന് മുന്നേ ആർക്കും വരാതിരിക്കട്ടെ, അഥവാ ഇതിന്റെ കാഴ്ച തിമിരമൊക്കെ കയറി പരുവക്കേടാകുന്നതിന് മുന്നേ കാഴ്ചയുള്ളപ്പം നീ ദൈവത്തിന്റെ വചനം വായിച്ച് ഹൃദയസ്ഥമാക്കണം.
അതിനാ കണ്ണിന് കാഴ്ച തന്നത്. ചെവിക്ക് കേൾവിയുള്ളപ്പം ആവശ്യമില്ലാത്തതെല്ലാം കേൾക്കാൻ ഇങ്ങനെ മാറ്റം പിടിക്കാതെ അവൻ നല്ല കാര്യങ്ങൾ കേൾക്കാൻ ചെവി ചായിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് വല്ലതും കൊടുക്കാനുള്ളപ്പോൾ അവസരം കിട്ടുമ്പം കൊടുക്കണം. മെഡിക്കൽ കോളേജ് കടന്ന് ആമ്പലിന്റെ വള്ളി പോലെ തൂക്കിട്ട് ചിരിന്നൊരു വിടുതൽ കിട്ടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ കൊടുക്കാം. അത് കിട്ടാനൊന്നും പോകുന്നില്ല. ആക്കം ഉള്ളപ്പം കർത്താവിന് വേണ്ടി കൊടുത്തോണം. സ്തോത്രം, സ്തോത്രം. കാലിന് ആരോഗ്യമുള്ളപ്പോ നടന്ന് യോഗത്തിന് വന്നോണം. കൈ അടിക്കാൻ ബലമുള്ളപ്പോ കൈ അടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. മനസ്സിലായോ? ഇത് ആക്കമുള്ള സമയത്തൊന്നും കൈ അടിക്കുകയല്ല, ഇങ്ങനെ ഇരിക്കുക. ആരാ നടക്കുമ്പോഴല്ല ഇങ്ങനെ പമ്മി ഇരിക്കുക, കൊളക്കോഴി ഇരിക്കും പോലെ. അവസാനം അങ്ങേയറ്റം പറ്റുമ്പോ അസുഖം ഉണ്ടാകും. വരാതിരിക്കട്ടെ ആർക്കും, വന്നവരുടെ കാര്യമാണ്. അതിന് ഈ ഇങ്ങനെ വിറയ്ക്കുന്നൊരു അസുഖമുണ്ട്. എന്താ അതിന് പറയുന്നത്? പാട്ട് ഞാനത് പറഞ്ഞാൽ തെറ്റിപ്പോവും. മറ്റേത് പാട്ട് പാടുമ്പോ കൈ അടിച്ചാൽ മതി. ഇപ്പൊ കൈ അടിച്ചുകൊണ്ടിരിക്കുക അറിയാച്ചൻ. മനസ്സിലാകുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളു അടിക്കാതിരിക്കുന്നത്. അല്ല എപ്പോഴും ഇങ്ങനെ ദൈവം ചെയ്യുന്നതാ. നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും വിടുതൽ നടക്കുകയില്ല. ആകെ ഉള്ള കാലത്തില്ല ഉഴപ്പ് നടക്കുകയായിരുന്നു. കൈക്ക് ബലമുള്ളപ്പോ കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുള്ളപ്പം ദൈവത്തെ സ്തുതിച്ചോണം. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ ശബ്ദം ഉയർത്തി എന്റെ ദൈവത്തോട്. നിനക്ക് ദൈവം ആരോഗ്യം തന്നിരിക്കുന്ന, ആയുസ് തന്നിരിക്കുന്ന, അവസരം തന്നിരിക്കുന്നത്, സന്ദർഭം മുഖാന്തരം തന്നിരിക്കുന്നത് ഉഴപ്പി അടിച്ച് കളയാനല്ല. ലഭിക്കുന്ന സമയമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ശബ്ദമുള്ളപ്പോ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അത് എഫക്റ്റാണ്. ഹൈറേഞ്ച് ആയതുകൊണ്ടാണ് പറയുന്നത്. വണ്ടമേടി യാക്കോച്ചാൻ രാത്രി ഉറങ്ങിക്കിടന്നപ്പോ പറഞ്ഞുള്ള അറിവാ. ഉറങ്ങിക്കിടന്നപ്പോ കാട്ടാന വന്ന തുമ്പിക്കൈ അന്ന് തൈതല ഈ മുള അടിച്ച് പരത്തി തൈതലെന്ന. ഇപ്പൊ അതിങ്ങനെ അധികം ഇല്ല. മുളയെ അടിച്ചങ്ങോട്ട് പരത്തി അത് വെച്ചേ തൈതലിനിടയിൽ കൂടെ തുമ്പിക്കൈ ഇട്ട് രക്ഷയില്ല. അപ്പൊ കാട്ടാന പുള്ളി ഏതായാലും ചാകുക എന്നാലും ഹല്ലേലൂയ പറഞ്ഞേച്ച് തുമ്പിക്കയുടെ അറ്റ ഇങ്ങോട്ട് പോയി നല്ല ആചാരം ഭാഗുക പിടിച്ചിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പഴമക്കാര് പറഞ്ഞുള്ള അറിവം ആന അവിടുന്ന് ഒരു ഓട്ടം ഓടിയിട്ട് കൊച്ചറ വന്നാ കൊമ്പ് കുത്തിയത്. മനസ്സിലാകുന്നുണ്ടോ? പുഞ്ചമണ്ടിൽ മാവൻ എന്ന് പറയുന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നു. വലിയ ധീരനും ശക്തനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ തൊണ്ടെന്ന് പറയും. 2 കയ്യാലും അതിനിടയ്ക്കുള്ള വഴിയാ തൊണ്ട. തേങ്ങയുടെ തൊണ്ടല്ല. ആ തൊണ്ട് വഴി വന്നപ്പോ ഒരു വെട്ടം പോത്ത് വരുന്നു നേരെ എതിരെ. കയ്യാലെ കയറാനും മേലെ പുറകോട്ട് ഓടിയാ പോത്ത് പുറകെ വരും. മുന്നോട്ട് ചെന്നാ പോത്ത് പിടികൂടും. പുള്ളി അവിടെ നിന്ന് പറഞ്ഞെന്നാ പറഞ്ഞത്, കർത്താവ്, പോത്ത് നിന്റെ വക, മാമനും നിന്റെ വക. പോത്ത് പുറകോട്ട് നടന്ന് പുള്ളിയും പുറകെ പോയിന്ന. അപ്പം ഇതൊക്കെ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ട് ശബ്ദമുള്ളപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. കൈക്ക് ബലമുള്ളപ്പോ കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നടന്നു വരാൻ ആരോഗ്യമുള്ളപ്പോ യോഗത്തിന് നടന്നു വന്നോണം. കൊടുക്കാൻ അവസരവും സന്ദർഭവും സാവകാശവും ഉണ്ടെങ്കിൽ അന്നേരം കൊടുത്തോണം. നമ്മുടെ അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലത്തിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക ശൂലമിയാലെ. കാലത്തിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക ശൂലമിയാലെ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ തേടി ശൂലമിയെ പോൽ കാത്തിരിക്കാമീ കാന്തന്മാരുമേ ഉണരു സിയോനെ. ശൂലമിയെ പോൽ കാത്തിരിക്കാമീ കാന്തന്മാരുമേ ഉണരു സിയോനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയനെ, നമ്മുടെ അവസരവും സ്വപ്നവും ഒന്നും പാഴാക്കി കളയരുത്. ലഭിക്കുന്ന സമയമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അതുകൊണ്ടാണ് യോസേഫ് ഒരു ആലോചന എന്ന് വണ്ണം പറഞ്ഞു, സുഭിക്ഷതയുടെ വർഷം വരുമ്പോൾ, ധാന്യ സമൃദ്ധി വരുമ്പോൾ, ദേശമെല്ലാം വിളവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അടങ്ങിയിരിക്കരുത്, പാണ്ഡികശാല പണിത് ധാന്യം സ്വരൂപിച്ചോണം എന്ന് പറഞ്ഞാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിലുള്ള ആത്മീക പാഠം അവസരം കിട്ടുമ്പോഴെല്ലാം വചനം പഠിച്ച് ഹൃദയസ്ഥമാക്കണം. വേറെ ഒന്നും പഠിക്കാനൊത്തില്ലെങ്കിലും വചനം പഠിച്ചോണം. പിള്ളേർക്കെല്ലാം വചനം പഠിപ്പിച്ചു കൊടുക്കണം. കൂടെ പുട്ടു കുത്തിയിട്ട് കഴിയടാ ഒരു മുട്ടയും കൂടെ കഴിച്ചു, നീ നന്നാകട്ടെ, അത് വേണം.
മുട്ട കൊടുക്കുന്നതിലൊക്കെ ഉപരി നന്നായിട്ട് വാക്യം പറഞ്ഞു പഠിപ്പിക്കണം. ചില പിള്ളേരെ ശ്രദ്ധിച്ച് എന്നും അങ്ങ് യേശു കണ്ണുനീര് വാർക്ക്, യേശുവിന്റെ കണ്ണീര് ഇന്ന് വരെ പോരുന്നില്ല. എല്ലാ ആഴ്ച യേശു കണ്ണുനീര് വാർത്തങ്ങ് നിൽക്കുക. വേറെ വാക്യം പഠിപ്പിക്കുന്നില്ല, പഠിക്കുകയില്ല. അല്ല, തള്ളയ്ക്കും അറിയാൻ മേല. തള്ളയ്ക്കും ആകെ 2 വാക്യം അറിയാൻ, മനമേയോ ആടുത്ത് തന്നെ സർവാ മുതല വാ വിളിക്കും പോലെ. അല്ല, ചിലടത്ത് ഉപദേശിമാർക്കും വലിയ തിട്ടം ഇല്ല. നോക്കി വായിച്ചിട്ട് തെറ്റുകല്ലേ, പിന്നല്ലേ കാണാതെ പറയുന്നത്. ചില ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ 90-ാം സങ്കീർത്തനം ചെല്ലു വായിക്കും. നമുക്കൂടെ അങ്ങ് സങ്കടമാണ്, നമ്മൾ ഇതിനകത്ത് പെട്ടുപോകില്ലോ എന്നായിപ്പോവും. എന്നാ വയ്യാവേലിയൊക്കെ വായിക്കാതിരിക്കണ്ടേ? വേണ്ടേ? വായിക്കാൻ അറിയാവുന്നവരുടെ കൊടുക്കണം. ഞാനാണ് എന്നോട് ചില വിഷയം പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, എനിക്കത് അറിയത്തില്ല, ഇന്നയാളിനെ വിളിച്ചാൽ പുള്ളി നന്നായിട്ട് പറയും. അതിലെ എന്റെ മര്യാദ. അറിയാൻ മേലാതെ ഞാൻ അവിടെ കിടന്ന് കുഴഞ്ഞ അവസാനം മറുഭാഷ്യം പറഞ്ഞ് ജനത്തെ ഇട്ട് തുള്ളിച്ച് അവരും തുള്ളി ഉപ്പാട് വന്ന് വല്ല കാര്യമുള്ള കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവവചനം നന്നായി പഠിച്ചോണം. ഇത് അണ്ണാക്കിന് മധുരമാണ്. ഇത് അല്പബുദ്ധിയാ ജ്ഞാനിയാക്കുന്നതാ. നിനക്ക് സെക്കുലർ വിദ്യാഭ്യാസം ആകുമ്പോൾ ചിലപ്പോൾ ലഭിച്ചില്ല, ഒത്തില്ല, അവസരം ലഭിച്ചില്ല, ഭാരപ്പെടുകൊന്നും വേണ്ട. തിരുവചനം അങ്ങോട്ട് വായിച്ച് ധ്യാനിച്ചേ, ഇതങ്ങോട്ട് ഹൃദയസ്ഥമാക്കാൻ നിന്നെ വെല്ലാൻ ലോകത്തിലാരും കാണുകയില്ല. ക്രൈസ്തലോ, ഇത് അണ്ണാക്കിന് മധുരമാ, ദൈവത്തിന് മകത്വം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ദൈവവചനം പഠിപ്പിക്കണം. പക്ഷെ അവൻ വാക്യം പഠിക്കാൻ ഇരുന്നിരിക്കുകയല്ല. ഇരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ? ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയല്ലേ, കഴിക്കാൻ കൊടുക്കുകയല്ലേ? അതോ ബേക്കറിയിൽ നിന്ന് പപ്പസും മേടിച്ച് കഴിച്ച പോവാന്നോ? കൊടുക്കുമ്പോ ഒരു വാക്യം പറയണം. ഒരു വാക്യം. തിങ്കളാഴ്ച വൈകിട്ട് ഭക്ഷണത്തിന് ഇരിക്കുകയല്ലേ, ഉച്ചയ്ക്ക് സ്കൂളിൽ പോവാ, അവിടെ ഒക്കത്തില്ല, ചില പിള്ളേർക്ക് ഒക്കുള്ളൂ. ആ വാക്യം വൈകിട്ട് പറയിപ്പിക്കണം. ചൊവ്വാഴ്ച ഇത് തന്നെ പറയിപ്പിക്കണം, പകലും വൈകിട്ടും. ബുധനാഴ്ച, വെള്ളിയാഴ്ച ആകുമ്പോൾ അവൻ മനപ്പാടം വരും. എന്നിട്ട് ഞായറാഴ്ച അവൻ ഇങ്ങനെ യേശു എണ്ണ വാർത്ത പറയുകയല്ല. അമ്മയ്ക്ക് മാന്യത കിട്ടും, അവനും വചനം പഠിക്കും. എന്നാ നടക്കുവോ? അവൻ നടക്കുന്നുണ്ട്, നന്നായിട്ട് നടക്കും. നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കണം. ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത് കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൽ പ്രസിദ്ധരായി വരും. കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ദോഷം വരികയല്ല. അവർ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹ വിഷയമാകും. അതുകൊണ്ട് ഉഴപ്പിയടിക്കരുത്. ധാന്യ സമൃദ്ധിയും ഈ സമ്പൽ സമൃദ്ധി വരുമ്പോൾ, സുഭിക്ഷതയുടെ കാലം വരുമ്പോൾ അടങ്ങിയിരിക്കാതെ പണ്ടികശാല പണിത് ധാന്യമെല്ലാം സ്വരൂപിച്ചു വെക്കണം. അതിന്റെ ഭാഗം അധികം വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ തിട്ടമുള്ളത് കൊണ്ട് വിസ്തരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ക്ഷാമകാലം വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ കാലത്തിലാണ് യോസേപ്പിന് ഈ പിള്ളേര് മനേഷെ എബ്രഹീം 2 പിള്ളേര് ജനിക്കുന്നത്. അതിലെ 50-51 വാക്യത്തിൽ 41 ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 50-51 വാക്യത്തിൽ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. ഓനിലെ പുരോഹിതൻ, ഈ ഇസ്രായേൽ മക്കൾക്ക് പുരോഹിതന്മാരുള്ളതുപോലെ ജാതികൾക്കും പുരോഹിതനുണ്ട്. അങ്ങനെ ഒരു പുരോഹിതനാണ് ഈ യോനിലെ പുരോഹിതനാകുന്ന പോത്തിഫറ. അതുപോലെ വേറൊരു പുരോഹിതനാണ് മോശയുടെ അമ്മായപ്പൻ യിത്രോ, മിദ്യാനിലെ പുരോഹിതൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഈ പുരോഹിതന്റെ മകള് പോത്തിഫറയുടെ പുത്രി ആസനത്ത്, യോസേപ്പിന്റെ ഭാര്യ, ഈ പിള്ളേരുടെ അമ്മ ആസനത്ത്. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. അടുത്ത പദം, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫിന്റെ ആദ്യജാതന് മനേഷെ എന്ന് പേരിട്ടു. മനേഷെ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം മറക്കുക. എന്റെ ഭാഷയിൽ, എന്റെ രീതിയിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഈ മനേഷെ ജനിച്ചു കഴിഞ്ഞപ്പോൾ യോസേഫ് പല കാര്യവും അങ്ങ് മറന്നു. ദൈവമക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. ചില കാര്യങ്ങളൊക്കെ മറക്കണം, നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കണം, അല്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നേക്കണം.
യോസേപ്പ് മറക്കാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട കാരണം തന്റെ വീട്ടിൽ നിന്ന് ജനിച്ച തിക്താനുഭവങ്ങൾ, സഹോദരന്മാരെ തന്നെ ഒറ്റപ്പെടുത്തി പൊട്ടക്കിണത്തിൽ തള്ളിയിട്ടത്, അവിടുന്ന് പിടിച്ച് കരക്ക് കയറ്റി വിറ്റത്, യവന്മാരെ ഒറ്റിയത്, ഇതെല്ലാം യോസേപ്പ് അങ്ങ് മറന്നു. ഇത് ദൈവമക്കൾക്ക് ഒരു പാഠമാണ്. മനേശ ജനിച്ചപ്പോൾ പല കാര്യവും യോസേപ്പ് മറന്നു. ഇതിനകത്തെ ആത്മീക പാഠം, ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ച് നമ്മുടെ സഭയിൽ വരുമ്പോൾ പഴയ വിശ്വാസികൾ പഴയ കാര്യമൊന്നും കുത്തിപ്പൊക്കി കൊണ്ടുവരരുത്, അല്ല അങ്ങ് മറക്കണം. ഇത് പുതുതായിട്ടൊരു വിശ്വാസി, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ പഴയ വിശ്വാസികളിൽ ചിലർ എഴുന്നേറ്റ് പഴയ പണ്ടപ്പരപ്പെല്ലാം കൂടെ വിളമ്പും. അതോടെ അവൻ പിന്നെ ആരാധനയ്ക്കും വരികയല്ല. ചില സാക്ഷിക്ക് എഴുന്നേക്കായിരിക്കുന്ന നല്ലത്. അമ്മ പറഞ്ഞ പോലുള്ള സാക്ഷിയാണെ നല്ലതാ. ചില എഴുന്നേറ്റ് പറഞ്ഞ് കർത്താവ് നല്ലവനും വല്ലവനും വിശ്വസ്തനും ഹല്ലേലൂയ. അവൻ പുതുതായിട്ട് വന്നിരിക്കുക, കേട്ടോണ്ട് ആദ്യമായിട്ട് വന്നതാ. അന്നേരം എഴുന്നേറ്റ് എന്ന് പറയാ, പഴയ ആള് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇതുവരെ ഒരു വിടുതല നടന്നിട്ടില്ല, ദൈവമക്കളല്ല. അവൻ അന്തം വിട്ടു. എടാ 40 കൊല്ലമായ പുള്ളിക്ക് ഇതുവരെ വിടുതല. ഞാൻ ആദ്യമായിട്ട് എന്നാ പിന്നെ എന്റെ കാര്യം ഇനിയും പറഞ്ഞിട്ട് പിന്നെ മേലെ ഓള് കയറുക. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറയാം, കർത്താവ് ആത്മാക്കളെ തന്നെ മൂന്നാറിന് നിന്റെ കരങ്ങളിലോട്ട്, മൂന്നാറിനെ മൊത്തം ഏൽപ്പിക്കണ്ട, നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആദ്യം മൂന്നാറില നമുക്ക് എഴുതി തന്നേക്കല്ലോ, ആദ്യം നിന്നെ ഒന്ന് ഏൽപ്പിക്കേ. സ്തോത്രം. നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് സാക്ഷി പറയണം. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കർത്താവിനെ സേവിക്കുന്നു, ദൈവം ഒരു ദോഷവും വരുത്തിയില്ല, എന്റെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകി, അത്ഭുതകരമായിട്ട് ദൈവം എന്നെ നടത്തുന്നു, ഇനിയും നടത്തുവാൻ ദൈവം വിശ്വസ്തൻ. അവൻ ഇറങ്ങിപ്പോട്ട് അവിടുന്ന് വേറെത്തിനും കൂടെ കൂട്ടിക്കൊണ്ട് വരും വൈകിട്ട്. ഇത് എഴുന്നേറ്റ് ഇന്നും പഴംപുരാണം എല്ലാം കൂടെ പറഞ്ഞ് മനുഷ്യനെ മെനക്കെടുത്തി. ഈ മെനക്കേട് കേസ് ഒത്തിരി ഉണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവർ ദൈവത്തെ ഓർത്ത് പൊന്നും കൊടുത്ത വാ തുറക്കാതിരിക്കുന്നതാ നല്ലത്. വിശ്വാസത്തിന്റെ വാക്ക് പറയണം, പ്രത്യാശയുടെ വാക്ക് പറയണം, അവൻ ധൈര്യത്തിന്റെ വാക്ക് പറയണം. അവരാ വേലയ്ക്ക് അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്ന, അന്യോന്യം ധൈര്യപ്പെടുത്തണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യോസേപ്പ് ഈ മനേശ ഉണ്ടായപ്പോൾ പല കാര്യവും അങ്ങ് മറന്നു. ദൈവമക്കൾ മറക്കണം. ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ച് ആമെ കൂട്ടായ്മയിൽ വരുമ്പോൾ പഴയ ദൈവമക്കൾ പഴയ വിഷയങ്ങളൊന്നും എടുക്കരുത്, അതെല്ലാം വിട്ടുകളയണം, മറക്കണം. മറന്നുവെച്ചാൽ പുതിയ വ്യക്തിയുമായി ഒന്നിച്ചുള്ള കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. അപ്പോൾ മനേശ ജനിച്ചു, യോസേപ്പ് പല കാര്യവും മറന്നു. മാനുഷികമായി പഠിച്ചാൽ മറക്കാൻ പറ്റാത്ത വിഷയങ്ങളാ ജീവിതത്തിൽ സംഭവിച്ചത്, ഇല്ലേ? അയ്യോ, യോമാരെല്ലാം ബന്ധിക്കോസാന്നേലും പാരയാ. ബന്ധിക്കോസല്ല, എന്നാലും സ്തോത്രം. പാര വേണമെന്ന് വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. ഇങ്ങനെയുള്ള പാരയും ഇതുപോലുള്ള പാരയല്ല, അത് ഇതിനുമല്ല. പാര വേണം, അത് പുസ്തകത്തിലെ പ്രമാണമാണ്, പക്ഷെ ഈ രീതിയിലല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ചെയ്ത കാര്യങ്ങൾ ഓർത്താൽ മറക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും, ഇല്ലേ? സ്വന്തം സഹോദരങ്ങളായി എതിരായിട്ട് നിൽക്കുന്നത്. പാവത്താനൊരു സ്വപ്നം കണ്ടു, അത് പറഞ്ഞ് അന്ന് മുതൽ അസൂയ. അപ്പനും ഒരു പരിപാടി ചെയ്തൊരു നിലയെങ്കി ഉണ്ടാക്കി കൊടുത്ത്, അങ്കി കാണുമ്പോ ഇവന്മാർക്ക് ഇത് കീറി കളയണം എന്നുള്ള ചിന്തയാ. അതാ കിട്ടിയ ഉടനെ ആദ്യം അങ്ക് ഊരിയെടുത്ത ഇങ്ങനെ ചെറുക്കനെ തട്ടിയത്. സ്തോത്രം. അപ്പൊ അന്ന് മുതലേ പ്രശ്നങ്ങളാ. ഒറ്റപ്പെടുത്തി കൂടെ വെച്ച് കണ്ടേച്ച് പറഞ്ഞ സ്വപ്നക്കാരൻ വരുന്നു, ഇവന്റെ സ്വപ്നം ഇന്ന് തീർക്കണം, നീ ഇവനെ ശുശ്രൂഷ കാണരുത്, ഇവനെ ഒറ്റ സ്റ്റേജ് കേട്ടരുത്, ഇവനെ ഇതോടെ തകർത്ത് കേട്ടണം. മറ്റവൻ പറഞ്ഞു, എങ്ങനെ എങ്ങനെ പരിപാടി കൊണ്ട് വേറെ വകുപ്പുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. തകർക്കാനുള്ള മാർഗം പറഞ്ഞത് ആദ്യം നമുക്ക് ഇവനെ തട്ടണം. ചുരുക്കി പറഞ്ഞാൽ യോസേപ്പ് ഇതൊന്നും അറിയാൻ അടുത്തോട്ട് ചേട്ടായിന്നും വിളിച്ച് വരുമ്പം ഒരു കോതുകാല്, അവൻ ചേട്ടായിന്നും പറഞ്ഞാ വന്നേ. ചേട്ടായി എന്നാലും കോതുകാല് വെച്ചു. പിന്നെ വേറൊരു ചേട്ടായി ആ അങ്കി അങ്ങ് ഊരിയെടുത്തു. അന്നേ ഇതിൽ നോട്ടമുള്ളതാ. ഒരുത്തൻ പറഞ്ഞ് കൊല്ലണ്ട, കണ്ണിലോട്ട് ഇട്ടേക്കണ്ട, പൊട്ടക്കിണക്കി. പിന്നെ ഒരുത്തന് കനിവ് തോന്നിയിട്ട് പറഞ്ഞ്, എടേ ആണ്ടെ കച്ചവടം വരുന്നെന്ന് നമുക്ക് വിറ്റേക്കാം, കുഴി കിടന്ന പിന്നെ അത് പിന്നെ പ്രശ്നമാണ്, 20 വെള്ളിക്കാശിന് വിറ്റപ്പോൾ ഇവന്മാര് നോക്കിയപ്പോ 20 വെള്ളിക്കാശിന്റെ വിലയാ. പക്ഷെ യോസേപ്പ് ഫലപ്രദമായ ദൈവം വെച്ച വിലയാ. ലോകം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ പലരും നിനക്ക് ഓരോ വില വെക്കും, പക്ഷെ ദൈവം നിനക്കൊരു വില വെച്ചിട്ടുണ്ട്. അത് തകർക്കാൻ ആരെ കൊണ്ടും ഒക്കത്തില്ല. നീ കൂടെ എവിടെ പോണോ?
നിനക്ക് പോണോ? വേണ്ട, നിനക്ക് പോണോ? നിനക്ക് പോണോ? അപ്പൊ ശ്രദ്ധിച്ചേ, യോസേപ്പ് ഇതെല്ലാം അങ്ങ് മറന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ഉപദ്രവിച്ചവര് കാണും, ആക്ഷേപിച്ചവര് കാണും, പഠിച്ചവര് കാണും, പരിഹസിച്ചവര് കാണും, നാടൻ ഭാഷ പറഞ്ഞ നിനക്കതിനെ പാര വെച്ചവര് കാണും. പക്ഷെ നീ അതെല്ലാം അങ്ങ് മറന്നേര്, നിനക്ക് ദോഷം വരികയില്ല. അതെല്ലാം നീ അങ്ങ് വിട്ടുകളാ, നിനക്കും നിന്റെ സന്തതിക്കും ഒരു ദോഷവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. യോസേപ്പിന് മാനുഷികമായി നോക്കിയാൽ ഇതെല്ലാം മറക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാ. അതൊക്കെ ആ അനുഭവത്തിൽ കൂടെ പോകുന്നവർക്കറിയാം അതിന്റെ പീഡനങ്ങളും പ്രയാസങ്ങളും എന്തും മാത്രം ഉണ്ടെന്ന്. പക്ഷെ മനേശ ജനിച്ചപ്പോൾ യോസേപ്പ് ഇത് മുഴുവൻ മറന്നു. നമ്മുടെ ആഗ്രഹം ആത്മാക്കൾ പുതിയത് സഭയെ വരണം, വീണ്ടും ജനനം നടക്കണം, ആയിരങ്ങൾ രക്ഷിക്കപ്പെടണം. നമ്മൾ 5-6 പേര് കയ്യും കൊട്ടി ഇങ്ങനെ പാട്ട് പാടി പരിവക്കേടി പോയാൽ പോരാ. ആയിരക്കണക്കിന് ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഈ മൂന്നാറിന്റെ ദേശത്ത് അനേകർ രക്ഷിക്കപ്പെടണം. ഈ സെറ്റിൽ അനേകർ പുതിയതായിട്ട് കുടുംബങ്ങൾ വരണം. അനേകർ രക്ഷാനിർണയം പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ഈ മാർഗത്തിൽ വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതിന് വിരുദ്ധമായിട്ടൊന്നും ഉണ്ടാകരുത്. അതിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം അങ്ങ് മറന്നേക്കണം. നമ്മുടെ ആഗ്രഹം ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു വരുന്നതാ. നാം ഇപ്പൊ കഷ്ടം സഹിച്ചാലും പങ്കപ്പാട് സഹിച്ചാലും പ്രതികൂലങ്ങളിൽ കൂടി പോയാലും പോരാട്ടങ്ങൾ സഹിച്ചാലും നാം അനുഭവിക്കുന്ന ആത്മീക സന്തോഷം അനേകർ അനുഭവിച്ച് ഈ കൃപയിൽ വന്ന് അവര് ദൈവത്തെ അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. വാഞ്ച പുതിയ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു വരുമ്പോ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഈ ചില സഭയിൽ ആത്മാക്കൾ വരുന്ന പഴയ ആൾക്കാർക്ക് ചിലർക്ക് ഇഷ്ടമല്ല. കാരണം ഇവരുടെ സ്ഥാനം പോവോ, ഇവരുടെ ഷോ എങ്ങാനും കുറയുമോ എന്നുള്ള ചിന്ത, അങ്ങനെ ഭയമുള്ളവരുണ്ട്. അത് മിക്കയിടത്തും ഉണ്ട്, ഒരു സ്ഥലത്തല്ല. സ്തോത്രം. പുതുതായിട്ട് വരുന്ന ചിലക്ക് താല്പര്യമില്ല. പേരൊന്നും പറയുന്നില്ല. ഒരു സഭയിലെ മെമ്പർഷിപ്പ് വേണമെങ്കിൽ സാധാരണ നമ്മൾ അങ്ങോട്ട് ചെന്നൊരു മെമ്പർഷിപ്പ് തരണ ആൾക്കാർ. ഇതങ്ങനല്ല. അവരൊരു ഫോം കൊടുക്കുക, നിങ്ങളത് വായിച്ചേച്ച് ടിക്കറ്റ് തരണം. അപ്പൊ ഞങ്ങൾ നോക്കും നിങ്ങൾക്ക് തരണോ. ഏത് സഭ എവിടാണെന്ന് ഞാൻ IPC ഇല്ല. അവരത് സ്ക്രീനിങ് കമ്മിറ്റി, സ്ക്രീനിങ്, സ്റ്റിയറിംഗ് അല്ല, സ്ക്രീനിങ് മുഴുവൻ കമ്മിറ്റിയാ. സ്തോത്രം. നല്ല ചിന്തയിലും നല്ല ഉദ്ദേശത്തിലാന്ന് നല്ലതാ. ഇത് മിക്കയിടത്തും കുരുക്ക. നമ്മുടെ ആഗ്രഹം ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ആഗ്രഹം ഞാൻ പറയാ, ഈ ടൗണിൽ ഇത്രയും മനോഹരമായ സ്ഥലത്താ ഈ ആഗ്രഹം. ഇത് ഏറ്റവും മെച്ചമായിട്ട് വരണം. സ്തോത്രം. ആമേൻ. ഇഷ്ടം പോലെ ആത്മാക്കൾ വരണം. അനേക കുടുംബം വരണം. ഈ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തണം. അതിനായിട്ട് ദൈവം വഴിയൊരുക്കട്ടെ. എന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സിലുണ്ടായപ്പോൾ യോസേപ്പ് കാര്യം അങ്ങ് മറക്കുക. ദൈവമക്കൾ ചിലത് മറക്കണം. ചില വിശ്വാസികൾ പറയാറുണ്ട്, പാസ്റ്റർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്കത് മറക്കാനൊന്നും പറ്റുകയില്ല. ചില പറയാം ഞാൻ ചത്താലും മറക്കില്ല, ജാകാനും വലിയ ബുദ്ധിമുട്ടാ, ഇങ്ങനെ വലിച്ചു കിടക്കും. അതിന് കാരണം കൂടെ പറയാം. ചെല്ലി പറയുന്നില്ലേ, പാസ്റ്ററെ ഞാനിപ്പോ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല, ഇവൾ എന്നോട് ചെയ്തത് അല്ല, ഇവൻ എന്നോട് എല്ലാം എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, ഞാൻ പ്രാർത്ഥന ആയതുകൊണ്ടൊന്നും ഇളക്കുന്നില്ല, ഇത് മുഴുവൻ എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ദൈവം അത് കണ്ട് മുഴുവൻ ഇരിക്കല്ലേ, അത് ആ ഒടുവിൽ എല്ലാം വലിച്ചു കളയുക. ഓരോന്നോരോന്ന് അകത്തിരിക്കുന്നതല്ല. നമ്മൾ പറയാം കണ്ടമാനം വലിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട്, 2 വർഷം പിടിച്ചാന്നിട്ട് വലിക്കുന്നത്, ഓരോന്ന് കളയുക. നീ കണ്ടമാനം കിടന്ന് വലിക്കരുത്. സ്തോത്രം. ആവശ്യമില്ലാത്തതല്ല ഇതിനകത്ത് നിന്ന് കളഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോല. ആമേൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ എന്ന് പറഞ്ഞ അതിന്റെ ഒരു വശം, സമർത്ഥനായ ലേഖകന്റെ ഒരു പ്രത്യേകത, പദത്തിന് പഞ്ഞമില്ല. പദം ഇങ്ങനെ വന്നോണ്ടിരിക്കും. സമർത്ഥനായ ലേഖകൻ. എഴുത്തച്ഛൻ പണ്ട് പറഞ്ഞു, ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ വാരിതി തന്നിൽ തിരമാലകൾ എന്ന പോലെ. എന്ന് പറഞ്ഞാൽ തിരമാലകൾ വരുന്നത് പോലെ പദം വന്നോണ്ടിരിക്കും സമർത്ഥനായ ലേഖകന്. അല്ലാത്ത ലേഖകൻ കുത്തിയിരുന്ന് നോക്കുക, ഉള്ള ഡിക്ഷണറി മുഴുവൻ തപ്പോ ഇതിനെ ഒരു പദം എവിടെയാണ് എടുക്കുന്നത്. എൻസോക്ലോപീഡിയയും ബ്രിട്ടാനിക്ക മൊത്തം തപ്പി ഊപ്പാട് വന്ന് ചോദിക്കും, ഇനി വേറെ കമന്ററി വല്ലതും ഉണ്ടോ ഇതിന്റെ ഒരു പദം വെക്കാനാ.
എന്നാൽ സമർത്ഥനായ ലേഖകൻ അങ്ങനല്ല. അവന് പദത്തിന് യാതൊരു പഞ്ഞമില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സങ്കീർത്തനക്കാരൻ പറയാ, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോല എന്ന് പറഞ്ഞാൽ, സമർത്ഥനായ ലേഖകൻ എഴുത്തുപോലെ എടുത്താൽ ഇങ്ങനെ ഇടതടവില്ലാതെ എഴുതിക്കൊണ്ടിരിക്കും. ഇതുപോലെ ആയിരിക്കണം ഒരു ദൈവപൈതൽ ദൈവസന്നിധി വന്നാൽ. ഒരു സ്തോത്രം പറഞ്ഞേച്ച് നീ ആലോചിക്കുകയല്ല, ഇടതടവില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത്, ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്, ദൈവം ചെയ്ത കൃപകൾ ഓർത്ത്, ദൈവം ചെയ്ത കരുണയോർത്ത്, അത് സമ്മർദ്ദത്താലും നിർബന്ധത്താലും പരപ്രേരണയാലല്ല, ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Praise the Lord. Praise the Lord. Praise the Lord. അജയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലമം തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിയ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിയ കൃപ കൃപയോന്ന് ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമായമേ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്ന. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പൊ ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സങ്കീർത്തനക്കാരൻ പാടുക 62:8, ജനമേ എല്ലാ കാലത്തും യഹോവയെ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഒരു പോഷ്കും, തുലാസിന്റെ തട്ടിൽ ഒരു പൊങ്ങിപ്പോകും. ശ്വാസത്തെക്കാൾ ലഘുവാകുന്ന പീഡനത്തിന് ആശ്രയിക്കരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളെന്ന് ഒരിക്കൽ അരുളി ചെയ്ത് ഞാൻ 2 പ്രാവശ്യം കേട്ടുപിരിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിൽ ഗത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദാവീദ് പാടുക, പ്രൈസ് ദി ലോർഡ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഒരു ദൈവപൈതൽ അവൻ സമ്മർദ്ദം കൂടാതെ, പരപ്രേരണ കൂടാതെ, നിർബന്ധം കൂടാതെ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്ത് സ്തോത്രം കരയറ്റണം. അപ്പൊ ഈ ആടെ ഓടിച്ചു പോകാം. മനേഷ ജനിച്ചപ്പോൾ യോസേഫ് ഇതെല്ലാം അങ്ങ് മറന്നു. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ചിലതൊക്കെ അങ്ങ് മറന്നേക്കണം. അമ്മായിമ്മ ചെയ്തതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. തള്ളക്ക് ഇപ്പൊ പ്രായമായി, അവർക്ക് ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം കൊടുക്കണം, ചൂടുകഞ്ഞിയാന്ന്. ഈ തള്ള ഞാനൊരു പാഠം പഠിപ്പിക്കുക, അങ്ങനൊന്നും ചിന്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഓണക്കളിക്ക് ഒരു പാട്ടുണ്ടെന്ന്, ഈ പശുവിനെ പിടിക്കും ഞാൻ 1.5 പാല്. നിങ്ങൾ കേട്ടിട്ടില്ല? പഴയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ഞങ്ങളുടെ അവിടെ ഉള്ള കളിയാ. ഈ പുലി പശു, അതിനകത്ത് ഈ പശുവിനെ പിടിക്കും ഞാൻ 1.5 പാല് എന്ന് പറഞ്ഞ പോലെ ഈ തള്ളയെ പിടിക്കും ഞാൻ 1.5 പാല്. ആ ചിന്തയിലിരിക്കരുത്. അമ്മായിമ്മ ചെയ്തതെല്ലാം ഇപ്പം അറിഞ്ഞുകൊണ്ടോ അറിയാതെ ആയിരിക്കും, അതെല്ലാം വിട്ടുകിട. മനസ്സിലായോ? അവർക്ക് വേണ്ടതെല്ലാം നിങ്ങളാലാവും വിധം കൊടുക്കണം. അമ്മായിമ്മയോടും പറയാം, കുറ്റുമ്പം കുഞ്ഞായ്മയും പറഞ്ഞ് നടക്കരുത്. മോള് വല്ലപ്പോഴും അവര് നന്മകളാ കൂടെ ഉള്ളത്. മരുമകളുടെ കുറ്റം ചെന്ന് വേറെ ആരോടും എന്തേലും ഒന്ന് ചെന്ന് പറയരുത്. വിശേഷിച്ച് പാസ്റ്റർമാരുടെ ഭാര്യമാരോട് വന്ന് പറഞ്ഞേക്കരുത്. ഞായറാഴ്ച ഒരു കൂടിന്റെ കുടുമി പിടിച്ച് ചട്ടരയാകുമ്പം വരരുത്. മരുമകള് 10 മണിക്കാ വരുന്നത്, തള്ള 8:30 ബൈത്തോമി. എന്റെ അമ്മാമ്മേ, ചില അമ്മാമ്മമാർക്കാണ് ഇത് അറിയുന്നത് വലിയ ഇഷ്ടവുമാ. നാശം ഒപ്പിച്ചു വെക്കരുത്. അഥവാ മരുമകളുടെ ഭാഗത്തൊരു അപാകത ഉണ്ടെങ്കിൽ ആരുമില്ലാത്ത മരുമകളുമായിട്ട് പറഞ്ഞത് ക്രമീകരിച്ചു വേണം. മൂന്നാമതൊരാടെ ചെവി കൊണ്ട് കൊടുക്കരുത്. മനസ്സിൽ നല്ല കാര്യമായി, നല്ല കാര്യമല്ലേ പറഞ്ഞു തരുന്നേ? ഗുണം വരുന്ന കാര്യമാണ് നീ പറഞ്ഞു തരുന്നേ. സ്തോത്രം. ചിലതൊക്കെ അങ്ങ് വിട്ടുകള, അതെല്ലാം അങ്ങ് മറക്ക്. സഭയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം വരും, സഹോദരന്മാർ തന്നെ, അതെല്ലാം വിട്ടുകള. അടുത്ത കമ്മിറ്റി ഞാൻ ഇവനെ പൊളിക്കുന്നുണ്ട്, നീ പേടിച്ചു കെട്ടു. അതൊന്നും ചിന്തിച്ചിരിക്കരുത്. അവസാനം നീ കിടന്ന് കുഴയും. അതാ കുഴയാതിരിക്കാനായി പറയുന്നേ. വിട്ടുകള. ചിലപ്പോൾ അവന്റെ അറിവില്ലായ്മ കൊണ്ടോ അപാകത കൊണ്ടോ പോക്ഷത്വം കൊണ്ടൊക്കെ പറഞ്ഞതായിരിക്കും. നമ്മുടെ അങ്ങ് വിട്ടുകള. മനസ്സ് ജനിച്ചപ്പോ ഇതെല്ലാം മറന്നില്ലേ?
ശുശ്രൂഷകന്മാര് സെന്ററിലുള്ളവരും അന്യോന്യം ഒന്നും പക വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും, അറിഞ്ഞുകൊണ്ടായിരിക്കും, എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അതങ്ങ് വിട്ടുകള. നമുക്ക് ദോഷം വരികയില്ല, ഒരു കുഴപ്പവും നമുക്ക് വരികയില്ല. സ്തോത്രം, സ്തോത്രം. യോസേഫ് എന്നിടത്തെല്ലാം കൃതാർത്ഥനായെന്ന, ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവം ജയം കൊടുത്തെന്ന, ശമൂവേലിന്റെ കാലത്തെല്ലാം ഫെലിസ്ത്യൻ ഒതുങ്ങിയെന്ന, നീ ഇതെല്ലാം ചെയ്തു കൊടുത്താൽ നിനക്കൊരു ദോഷവും വരികയില്ല. Praise the Lord. മനേഷ ജനിച്ചപ്പോൾ യോസേഫ് ഇതെല്ലാം അങ്ങ് മറന്നു. എന്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനേഷ എന്ന് പേരിട്ടു. അടുത്ത പദം സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. അപ്പൊ എഫ്രയീം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം വർധനവെന്ന, വർധനവ്, വർധനവ്. അപ്പോൾ സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് നിന്നാൽ ഏത് ദേശത്താണെങ്കിലും ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അനുഗ്രഹിക്കാൻ ഇപ്പൊ അമേരിക്കയെ കൊണ്ടുപോകണമെന്നൊന്നും നല്ലതെണ്ണയിൽ ഇട്ടാനിരിക്കാൻ മേലേ, പിന്നെ ആനവരട്ടിയിൽ ഇട്ടാനിരിക്കാൻ മേലേ, ആനച്ചാലി കൊണ്ടുപോയി എന്തിരിക്കാൻ മേലേ, അതിന് പരുത്തന്മാരെ തന്നെ വരണമെന്നുണ്ടോ? എടാ, നന്മ പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ന്യൂസിലൻഡിൽ പോകണമെന്നില്ല. കാനഡയിലെ വിശേഷമൊന്നും അല്ലെ അമേരിക്കയിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ല. സ്തോത്രം. അവിടെ ഉള്ളവരെല്ലാം കുഴപ്പക്കാരാന്നും അല്ല ഈ പറഞ്ഞത്. സ്തോത്രം. ദൈവം നിനക്ക് നന്മ തരാൻ, നിന്നെ ആദരിക്കുവാൻ മറ്റു രാജ്യത്ത് കൊണ്ടുപോകണമെന്നുമില്ല. ഈ ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും. സങ്കടദേശത്തിന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ ഏത് ദേശത്തും ദൈവം അനുഗ്രഹിക്കും. ദാനിയേലിനെ പറ്റി വായിക്കുന്ന വാക്യം എല്ലാവർക്കും മനപാഠമാ. ദാനിയേലോ ദാര്യാവേശന്റെ കാഴ്ചയിലും പാർശ്വരാജാവ് എന്ന കോരശന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദൈവത്തിന് ഏത് ദേശത്തും ഏത് സ്ഥലത്തും ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ശുഭപ്പെട്ടിരിക്കാം. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. അപ്പൊ സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ഇസഹാക്ക് 100 ആണ്ടിൽ വിതച്ചു 100 മേനി വിളവ്. അവിടെ വിതച്ചത് അല്ല, വിതയ്ക്കാനായിട്ട് വേറെ ഏരിയ നമ്മ കുമ്പനാട് സൈഡിൽ കൊണ്ട് വിതയ്ക്കാം. കുമ്പനാട്ട് ചരിത്രം ഇപ്പൊ പറയണ്ട, മുളക്കൊടിയിലതും ഇപ്പൊ പറയണ്ട, പുനലൂരെ ഇപ്പോഴത്തെ പൊതുവിൽ എങ്ങത്തെ പറയാതിരിക്കുന്ന നല്ലത്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് അങ്ങ് വിശ്വസ്തയോടെ നിൽക്ക്, അവിടെ ഉയർത്താൻ ദൈവം വിശ്വസ്തന. സങ്കടദേശത്തിന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. അപ്പോൾ യോസേഫിന് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് മിസ്രയീമിൽ വെച്ച് ജനിച്ച രണ്ടാമത്തെ പുത്രനായിരുന്നു എഫ്രയീം. എഫ്രയീം എന്ന വാക്കിന്റെ ഒരർത്ഥം വർദ്ധനവ്. ഇനി വേദ പഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്, ഈ ഷാജൂസി സാർ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ അല്പം ശങ്കയോടാണ് നിൽക്കുന്നത്. അദ്ദേഹം വളരെ ജ്ഞാനവും ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി അഗാധമായ അറിവുള്ള ദൈവദാസന്. അപ്പം ഞാൻ രാവിലെ ശുപാഷോട് പറഞ്ഞ് പുള്ളി ഇരിക്കുമ്പോൾ എങ്ങനെയാ പ്രസംഗിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ കൃപയിൽ ശരണപ്പെട്ട് നിൽക്കുക. അഥവാ എന്തെങ്കിലും പോഷത്വമോ അപാകതയോ വന്നാൽ അതങ്ങ് സദയം ക്ഷമിച്ച് യോഗം കഴിയുമ്പം ആരും കേൾക്കാതെ പറയണത് അങ്ങനല്ല, ഇങ്ങനാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. അല്ല, അതെനിക്കിഷ്ടമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വേദപഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്, ഈ എഫ്രയീമിനെ പറ്റി പഠിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തനായിരുന്നെന്ന്. എഫ്രയീമിന്റെ അമ്മ ആസനത്ത് എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എഫ്രയീമിന് മുടന്തുണ്ടായിരുന്നെന്ന്. മുടന്ത് 2 വാക്യത്തിലാണ് ഈ മുടന്തുണ്ടെന്ന് സാധാരണ തെളിയിക്കുന്നത്. അത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും. 2 വാക്യത്തിന്റെ വെളിച്ചത്തിലാണ് മുടന്തുണ്ടെന്ന് തെളിയിക്കുന്നത്. വായിച്ചേ, ഹോശിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹോശിയ 13:13. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവൻ ഉണ്ടാകുവൻ, ബുദ്ധിയില്ലാത്ത മകൻ. അടുത്ത പദം, സമയമാകുമ്പോൾ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. തമിഴിൽ ഒന്ന് വായിക്കാവോ അമ്മേ?
ആ ആ അപ്പൊ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ വേദപഠിതാക്കൾ ചിലര് അഭിപ്രായപ്പെടുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്നുള്ളത് കൊണ്ട് പ്രസവ സമയത്ത് ടൈമിൽ കുഞ്ഞ് ഗർഭദ്വാരത്തിങ്കിൽ എത്തിയില്ലെന്ന. ഇത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേറൊരു വാക്യവും കൂടെ വായിക്കുമ്പോൾ മുടന്തുണ്ടെന്ന് ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അല്പം കൂടെ ഒരു തെളിവ് വരും. 11-ാം അധ്യായത്തിന്റെ 2 വായിച്ചേ. ഹോശയ 11:2. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. അടുത്തത് ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശീലിപ്പിച്ചെന്ന മതി. അപ്പോൾ മുടന്നുണ്ടായിരുന്ന ചെറുപ്പത്തിൽ, അതുകൊണ്ട് ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശീലിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ലോകത്തും മുടന്തുള്ള ധാരാളം ആൾക്കാര് ഇഷ്ടം പോലെ. അതിനെല്ലാം നമ്മളിപ്പോ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. വർഷം 20, 30, 50 കൊല്ലമായെങ്കിൽ ഇതുവരെ മുടന്ത് മാറിയിട്ടില്ല. അതായത് പാസ്റ്റർമാരൊക്കെ അത് ശീലിപ്പിക്കുന്നു. ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടാണ് ഹല്ലേലൂയ, ശക്തിയോടൊന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ. അത്രയും ശക്തി, അതാണോ ശക്തി? ചില ആൾക്കാർ പറഞ്ഞു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അന്നേരം ഉറങ്ങിയ ബേബി ഹല്ലേലൂയ, അങ്ങനെ അന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. എന്നാ ഇത് പറയാതിരിക്കണ്ടേ? പുള്ളിയോട്ട് പറയാതിരിക്കുകയില്ല. എന്നാ പറയുന്നവൻ ഓർക്കണ്ടേ പെരുവെള്ളത്തിന്റെ ഇരച്ചില് ഇങ്ങനല്ലെന്ന്. തകർത്ത കിട്ടി മുഴക്കം പോലെ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ, ഒരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞാൽ മതി. ഒക്കെന്നെങ്കിൽ ഒക്കട്ടല്ല. ഇപ്പൊ എന്നാ ചെയ്യുന്നു? പിന്നെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ഉപദേശമാര് പറയും ഒരു നല്ല ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? മോശം ഹല്ലേലൂയ. ഇതിനിടെ ഈ പറയുന്ന ഉപദേശി ഉദ്ദേശിക്കുന്നത് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാനായി പറയുന്നത്. എന്നാ പിന്നെ അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ? എല്ലാവരും ഉറക്കെ ഒരു ഹല്ലേലൂയ, അതിന് ഒരു നല്ല ഹല്ലേലൂയ. അപ്പൊ ഓളിന്റെ നേടിലങ്ങാണ്ട് ചീത്ത ഹല്ലേലൂയ അല്ല എനിക്ക് മനസ്സിലാകുന്നത്. എന്നെ എന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. എനിക്കും കുഴപ്പം ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, നടക്കാൻ ശീലിപ്പിക്കുക. മുടന്ത ആത്മീയ ലോകത്ത് ഇതുപോലെ മുടന്തുള്ള ധാരാളം ആൾക്കാരുണ്ട്. മുടന്ത്, ഈ മുടന്തുള്ളതിന്, ഈ അപാകതയുള്ളതിന് യാഗത്തിന് കൊള്ളുകയല്ലെന്ന് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. 23-ാം അധ്യായത്തിന്റെ 16 മുതൽ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നിന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും നിന്റെ ദൈവത്തിന്റെ ഭോജനയാഗം അർപ്പിക്കാൻ അടുത്തു വരരുതെന്ന. സ്തോത്രം. കുരുടൻ, മുടന്തൻ. വായിച്ചേ ആ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നിന്റെ അഹരോനോട് അരുളി ചെയ്തത്, നിന്റെ ആ കണ്ണിക നിന്റെ ദൈവത്തിങ്കൽ ഭോജനം അർപ്പിപ്പാൻ. ആ കണ്ണിക തുടങ്ങുന്നത് പോലെ വായിച്ചത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനയാഗം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരും. നിന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും നിന്റെ ദൈവത്തിന്റെ ഭോജനയാഗം അർപ്പിക്കാൻ അടുത്ത് വരും. ലിസ്റ്റ് അടുത്തത്. അംഗഹീനനായ യാതൊരുത്തനും ലിസ്റ്റ് താഴെയുണ്ട്. യാതൊരുത്തനും അടുത്ത് വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിവരും അരുത്. ഇതെല്ലാം വ്യാഖ്യാനിച്ച സഭയിൽ ആള് കാണുകയല്ല. നമുക്ക് വായിച്ചു വിട്ടാ മതി. വ്യാഖ്യാനിക്കണോ? ഇത്രയും പേരിങ്ങനെ ഇന്ന് വന്നത് തന്നെ എന്ത് അത്ഭുതമാണെന്നുള്ളത് ഓർത്തിരിക്കുക. വ്യാഖ്യാനിച്ചു പിന്നെ വൈകിട്ട് ആരും വരാതിരുന്നാലോ? സ്തോത്രം. വ്യാഖ്യാനിക്കുന്നില്ല. ഒരുത്തൻ ആ പതിമൂക്കൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയല്ല. അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ സഭയ്ക്കകത്തുണ്ട്. വൈകിട്ട് യോഗത്തിന് വരുമോ? വൈകിട്ട് യോഗം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നമുക്ക് എപ്പോഴാ യോഗം? എപ്പോഴാ വൈകിട്ട് യോഗം ഉണ്ടല്ലേ? എടാ, വരുമോ ഇല്ലയോ എന്നങ്ങ് പറഞ്ഞാൽ പോരെ? മിണ്ടുകയല്ല. ഒന്നാ ഞാൻ വരും, ഇല്ല ഞാൻ വരികയല്ല. അതിന് നീ ഇങ്ങനെ വ്യക്തതയില്ല. സ്തോത്രം. പണ്ട് പതിമൂക്കൻ കല്യാണം കഴിച്ചു. അവനും കല്യാണം വേണ്ടായോ? പതിമൂക്കൻ കല്യാണം കഴിച്ചു. ഈ ഭാര്യയ്ക്ക് ഇതിന് വലിയ തിട്ടമില്ല. ക്ലിയർ ആയിട്ട് പറയുന്നില്ലല്ലോ, വ്യക്തത വരുന്നില്ലല്ലോ. കല്യാണം കഴിച്ച എന്റെ പിറ്റേ ദിവസം
പതിമൂക്കം ഭാര്യയോട് പറഞ്ഞു, വാടി എങ്ങനെ മോനെ, ചക്കയുടെ സമയമാണ്. പുള്ളി പ്ലാവെ കയറി. പുതുപ്പെണ്ണല്ലേ, പുള്ളിക്കാരി താഴെ നിൽക്കുക. അപ്പം പ്ലാവെ കയറിച്ച് പുള്ളി ആദ്യം ഒരെണ്ണം കണ്ടിച്ച് താഴോട്ട് ഇട്ടു. പൊത്തോന്ന് വീണ ഭാര്യ വെച്ച്, അച്ഛാ ഇതാ ഇറങ്ങ. ഞാനാന്ന് പറഞ്ഞു. ഒരെണ്ണം കൊണ്ട് ഇട്ട മഞ്ഞ് ഞാനാന്ന് പറഞ്ഞു. പുള്ളി ഇതിട്ട് കുളിക്കാൻ പോയി തിരിച്ചു വന്ന് ഭാര്യയോട് പറഞ്ഞു, കുളിയെല്ലാം കഴിച്ച് ഇച്ചിരി വൈകിയാ വന്ന്, എന്ത് ചെയ്യാ ചക്ക വേവിച്ചെടുക്കാൻ. ഭാര്യ വന്ന് ചക്ക വേവിച്ചു. എടി വേവിക്കാനല്ലേ വന്നിട്ട്? അയ്യോ ഞാൻ ഓർത്തത് ഒന്ന് പാപ്പച്ചായനും ഒന്ന് വേവിച്ചായനും കൊടുക്കാനാ, രണ്ടും കൊടുത്തെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞതാ ഞാനും ഒന്ന് പണിപ്പിങ്ങാനും ഒന്ന് മേഞ്ഞാനും. അപ്പൊ ഇവർക്ക് ഈ തിട്ടമില്ലാത്തത് കൊണ്ട്, ക്ലിയർ ആകാത്തത് കൊണ്ട് ഒന്നെടുത്ത് അപ്പുറത്തെ പാപ്പച്ചായനും കൊടുത്തു, ഒന്ന് വേവിച്ചായനും, ഒന്ന് പഠിപ്പിക്കാനും ഒന്ന് വേവിക്കാനും. ഇതാ പതിമൂകൻ. സഭയ്ക്കകത്ത് ധാരാളം പതിമൂക്കന്മാരുണ്ട്. ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയില്ല. ലോകത്തിന് വരുമോ? ഇല്ല. വരും, മതിയല്ലോ. ഇതല്ലേ അതിന്റെ ക്ലിയർ. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നും ദൈവത്തിന്റെ ബോധനയാഗം അർപ്പിക്കാൻ വരരുതെന്നാണ്. മുണ്ടൻ ഒരു വളർച്ചയില്ല. ഇവൻ ആ വന്ന കാലത്ത് 3 പാട്ടറിയാം. ഇപ്പൊ 35 കൊല്ലമായി. ഒന്നാമത്തെ പാട്ട് അത്ഭുതമേശുവിനാമം മുണ്ടൻ. പിന്നെ അടുത്തൊരു പാട്ടാ പാടി പൂക. ലൈലാൻഡിന്റെ വണ്ടി കയറ്റം കയറി വരുമ്പോല. മനസ്സിലാകുന്നുണ്ടോ? ഒരു വളർച്ചയില്ല. ആട്ടെ, ഞാൻ ബാക്കിയൊന്നും വ്യാഖ്യാനിക്കുന്നില്ല, കാരണം വൈകിട്ട് യോഗത്തിന് ആള് വരേണ്ടതാ. ഇപ്പൊ തന്നെ പരുവക്കേടായി, മോൻ കാണുമ്പോ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അംഗഹീനനായ യാതൊരുത്തനും നിന്റെ ദൈവത്തിന്റെ ബോധന അർപ്പിക്കുവാൻ അടുത്തു വരരുത്. എന്നാൽ സകല ബലഹീനതകളും മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് നസറയനാകുന്ന യേശുക്രിസ്തു. നിന്റെ അപാകതകളും ന്യൂനതകളും പരിഹരിച്ച് നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും നിന്നെ യോഗ്യനാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, നസറയനാകുന്ന യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ മുടന്തനായിരുന്നെന്ന്. അതുകൊണ്ടാണ് സമയമായപ്പോൾ ഈ കുട്ടി അമ്മയുടെ ഗർഭദ്വാരത്തിങ്കൽ എത്തിയില്ലെന്നാ. അതുകൊണ്ടാണ് 11-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ എപ്പോഴും നടക്കാൻ ശീലിപ്പിച്ചു. മുടന്നുണ്ടായിരുന്നു, നടക്കാൻ ശീലിപ്പിച്ചു. അത് മറുവശവും പറയാം. ആത്മീകമായി നന്നായിട്ട് ശീലങ്ങൾ ഇട്ട് വളർത്തണം. ഞാന് ദൈവകൃപയെ ശരണപ്പെട്ട് പറയുക, ഷാജൂസി യോസഫ് അവർക്ക് ചില കാര്യങ്ങൾ അറിയാം. അവിടെ തിരുവല്ലായിലെ കൂട്ടായ്മ ഒന്നും വിവരിക്കുന്നില്ല, പല കാര്യവും പഠിപ്പിച്ചെടുക്കുക. ഞങ്ങളുടെ അവിടെ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം കൊടുത്താൽ പറയുന്ന വിഷയമേ പ്രാർത്ഥിക്കാവുള്ളൂ, അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. ഇത് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്റെ ദൈവമേ എരുമ കാഷ്ടിക്കും പോലെ അങ്ങ് പ്രാർത്ഥിക്കുക. എരുമ കാഷ്ടിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിർത്തുകയല്ല. വീട്ടിൽ നിന്ന് അടിച്ചു വിട്ട ഇതിങ്ങനെ പുറകെ കൂടെ അങ്ങ് ഓപ്പണായിട്ട് പറയാ, ആരെ എന്നെ മറച്ചു വെക്കാന്. ഇതുപോലെ ചിലരുടെ പ്രാർത്ഥന. ഒരു വിഷയം ദൈവദാസന്മാര് പറഞ്ഞാൽ ആ വിഷയത്തിനായി പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കണം. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് സ്വഭാവമുള്ളവരായിരിക്കണം. ഇതെല്ലാം നമ്മൾ ശീലിപ്പിക്കണം. ഒരു ആരാധന തുടങ്ങുമ്പോൾ സ്തുതിഗീതം ഇതൊക്കെ ശീലിപ്പിക്കണ്ടേ? അവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാം ഇതിന് ചിട്ടയില, കഴിവിന്റെ പരമാവധി. എന്നാലും ചില മെനകേടുകളുണ്ട്. പിന്നെ നമുക്ക് ഞായറാഴ്ച അവിടെ പറയാനൊക്കെ ഇതില്ല. ഇതാകുമ്പോ അവിടെ ഇരുന്ന് കേട്ടോളൂ. പിന്നെ മെനക്കേടുകൾ ഉണ്ടെന്ന് എല്ലായിടത്തും ശീലിപ്പിക്കണ്ടേ? ഒരു ആരാധന അങ്ങോട്ട് തുടങ്ങുമ്പോൾ സ്തുതിഗീതം ആദരിക്കാൻ ആദ്യം പാടുന്നത് വേണ്ട, ദൈവത്തെ സ്തുതിക്കുന്ന ഗീതം. ഞങ്ങളെ അടുത്ത കാലത്ത് ഞാൻ മിക്കപ്പെടും അടുത്ത കാലത്തൊരു യോഗത്തിന് പോയി. നമ്മുടെ പിന്നെ സുബിന്റെ അപ്പൻ ബെന്നിച്ചനാ യോഗം ലീഡ് ചെയ്യുന്നത്. പോയ സ്ഥലം ഏതാ? ചെറിയറമ്പിലെ. ഞാനും ഉണ്ട്, ഷൂപ്പാസ്റ്റുണ്ട്, ബ്ലസന്റെ കൊച്ചിന്റെ പ്രതിഷ്ഠയാ. ഞങ്ങള് യോഗത്തിനുണ്ട്. പ്രാർത്ഥിച്ച് യോഗം അങ്ങോട്ട് ആരംഭിച്ചു. അപ്പൊ ബെന്നിച്ചൻ പറഞ്ഞൊരു പാട്ട് പാടാൻ. ആരും പാടുന്നില്ല. നമ്മൾ അതിഥികളായിട്ട് എന്നുകൊണ്ട് നമ്മൾ അങ്ങനെ കയറി പാടുന്ന. ചിലപ്പം ചില സഭയിൽ ആസ്ഥാന കവികളുണ്ട്.
ഞങ്ങളുടെ ഒരു പാസ്റ്ററുടെ ഭാര്യയുണ്ട്, ഉള്ള പാട്ട് പുസ്തകം എല്ലാം ഇങ്ങനെ ആധാരം എടുത്ത് വെക്കുന്നത് പോലെ വെച്ചോണ്ട് ഇവരിങ്ങനെ അടക്കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുക, മൈക്കും വെച്ചിട്ടുണ്ട്. ട്യൂണും ഒന്നുമില്ല, ചുമ്മാ കിടന്നങ്ങ് അമറുക ഈ തള്ള. അന്ന് ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട്, അവർക്ക് ഈ തള്ള മൈക്ക് കൊടുക്കുകയില്ല. ഇവരിങ്ങനെ മുട്ടക്കോഴി ഇരിക്കുമ്പോൾ ഇരുന്നങ്ങ്. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇടയ്ക്ക് നിന്ന് പാടും. തള്ള പുസ്തകം തപ്പി ഊപ്പാട് വരിക, തുടക്കം പാടുകയല്ല. ഇവരെ അങ്ങനെ ഒക്കാനൊക്കുള്ളൂ. പിന്നെ തുടക്കം പാടി അന്നേരം ഇവരെടുത്തിട്ട് ഈ മൈക്കിൽ കൂടെ കടന്ന് കീറും. അത് ഞാൻ ഇടയ്ക്ക് നിന്ന് അങ്ങ് പാടും. ഇടയ്ക്ക് നിന്ന് പാടുമ്പോ ഇവരിങ്ങനെ എന്റെ മുഖത്ത് നോക്കി വെച്ച്, പക്ഷെ നീ അവിടെ പോവാ. എല്ലാരും അങ്ങ് ബാത്റൂമിൽ പോക്കുകാരാന്നല്ലോ. പോട്ട് ഓടി വാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു ആരാധന തുടങ്ങുമ്പോ ആള് സ്തുതിഗീതം പാടണം. വേണ്ടേ? ദൈവത്തെ സ്തുതിക്കുന്ന ഗീതം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗീതം. ഇതൊന്നും ചിലർക്ക് അറിയത്തില്ല. പാട്ടുകാരിലും ചിലർക്ക് ഈ വകതിരി വന്നു ഇങ്ങനെ നിന്നിങ്ങനെ പാടുന്നല്ലാതെ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ യോഗത്തിന് ചെന്ന് വെന്നിച്ചൻ പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ആരും പാടുന്നില്ല. നമ്മൾ അത് അതിഥികളായിട്ട് ആദ്യമായിട്ട് മോശം വലിയ അവര് ചിലപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് കയറി എന്തിനാ കോല് വെക്കുന്നത്? ആരുമില്ല. എന്നാ വെന്നിച്ചൻ പറഞ്ഞു പാട്ട് പാട്. അന്നേരം തള്ള യോഗം തുടങ്ങുക, തള്ള പാടുക. ഒലുമല ഒരുങ്ങിക്കഴിഞ്ഞല്ല. ഈ തള്ളക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതുമല്ല. ഈ ബോധക്കേടുകാർ തള്ള പാടുക. ഒലുമല ഒരു യോഗം തുടങ്ങുമ്പോ യോഗാരംഭത്തിന് ഈ പാട്ടാണോ പാടുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതൊന്നും അറിയത്തില്ല. സഭായകൻ തുടങ്ങുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്ന സ്തുതിഗീതം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗീതം. നല്ല ഗീതങ്ങളുണ്ട്. നീ ഞെക്കി ഞരടി പുതിയ പാട്ടൊന്നും കൊണ്ടുവരണ്ട. പുതിയ പാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്, കുഴപ്പമില്ല. സ്തോത്രം, മഹത്വമേ മഹത്വമേ, നല്ല പാട്ടാ. വാഴ്ത്തിടുന്നു സർവ്വലോക സൃഷ്ടിതാവേ, സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ, അതൊക്കെ നല്ല പാട്ടുകളല്ലേ. ഇതിപ്പോഴും ചിലർക്ക് അറിയത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തണം. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പുരുഷന്റെ ഊരുക്കള് ദൈവം പ്രസാദിക്കുന്നുമില്ല. ഇനി വേറൊരു കാര്യം പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മഹത്വമെല്ലാം മറച്ചു വച്ചേക്കണം. ആ സാറാബുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു എന്ന് പറഞ്ഞാൽ, സാറാബുകൾ ഈ ദൂതന്മാരുടെ സൃഷ്ടിയെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും പീതരക്തം വാണിക്യം മരതകം വൈഡൂര്യം നഗവർണ്ണി ഉച്ച ഇത്യാദി രക്തങ്ങളാൽ നിർമ്മിതമായ തേജോരൂപികൾ ആ ദൂതന്മാർ നല്ല മഹത്വമുള്ളവരാ. ആ മഹത്വമുള്ള ദൂതന്മാർ മഹത്വവാനായ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ മഹത്വമെല്ലാം അങ്ങ് മറച്ചു. അവരുടെ മഹത്വമെല്ലാം മറച്ചു വെച്ചു. ആ മഹത്വം മറച്ചു വെച്ചു മഹത്വവാനായ ദൈവത്തെ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ മഹത്വമെല്ലാം മറച്ചു വെച്ചേക്കണം. നമുക്ക് ചിലപ്പോൾ മഹത്വമൊക്കെ മാനുഷികമായി പലതും കാണും. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ പോലെ 8-ാം നാളിൽ പരിചയത്തിന് ഏറ്റവും ബെന്യാമീൻ ഗോത്രത്തിനും ഇസ്രായേൽ ജാതിക്കാരനും ഒക്കെ ആയിരിക്കാം. അതെല്ലാം അങ്ങ് മറച്ചു വെച്ചേച്ച് മഹത്വവാനായ ദൈവത്തെ സ്തുതിക്കണം. അവിടുന്നാണ് ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് ആ മഹത്വത്തിന് യോഗ്യൻ, അവിടുന്ന് ആ പുകഴ്ചയ്ക്ക് യോഗ്യൻ, അവിടുന്ന് ആ സ്തുതിക്ക് യോഗ്യൻ. അവിടുത്തെ മാത്രം ആരാധിക്കണം. വീടുന്നു പ്രിയനെ വാഴ്ത്തിടുമീൻ സിംഹാസനവാസികളും വീടുന്നു പ്രിയനെ വാഴ്ത്തിടുമീൻ സിംഹാസനവാസികളും അവനായവനരുളിയ രക്ഷയും മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടോ. അവനായവനരുളിയ രക്ഷയും മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ഓ ജയമെടുത്തോർന്ന സ്തുതിച്ചിടുമോ. സ്കൂളിൽ പഠിച്ചില്ലയോ? ഉക്കുടം, കോഴി, ഉക്കുരൻ, പട്ടി, കരം, കഴുത, മയം, ഒട്ടകം, വൃഷഭം, കാള, മഹിഷം, പോത്ത്. ഒന്നാം ക്ലാസ്സിലെ പടം വരെ കാണിച്ചാ പഠിപ്പിച്ചത്. കാളയുടെ പടം വെച്ചേച്ച് ഋഷഭം. ഇവിടെ സ്കൂളില്ലേ? ഇവിടെ സ്കൂളുണ്ടായിരുന്നു. സായിപ്പന്മാരൊക്കെ വന്ന് ഇവിടെ സ്കൂൾ തുടങ്ങിയതാ. ആണ്ടെ. അപ്പോൾ കരം, കഴുത, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ
നാസിറായൊരു ശിംശോനായിരം ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ